പ്രണയം. രചന ശ്രീലക്ഷ്മി. യാമി, എടി ആമി, നേരെ എത്രയാന്ന് നോക്ക്. മണി 7 കഴിഞ്ഞു. താഴെ നിന്നും ഇന്ദുവിൻ്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിലും യാമിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ ഉറങ്ങിയത് തന്നെ രാവിലെ 5 മണിക്കാണ്. രാത്രി കൊറിയൻ സീരീസൊക്കെ കണ്ട ശേഷം അവൾ ഉറക്കം പിടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദുവിൻ്റെ വിളിക്ക് ശേഷം കഥയിലുള്ള ശക്തമായ മുട്ടിൽ അവൾ ചാടി എണീറ്റു. കാരണം വിളിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇന്ദു വരുന്നത് ഒന്നുകിൽ വെള്ളവുമായിട്ട്, അതും അല്ലെങ്കിൽ വടി. റൂമിൻ്റെ 4 പാടും രക്ഷപ്പെടാനായി വഴി തിരിയുകയാണ് യാമി. ഇവൾ ഫാവയാമി. ഫാവയാമി നന്ദഗോപൻ. ഇന്ദീവരത്തിലെ നന്ദഗോപൻ്റെയും ഇന്ദുവിൻ്റെയും 2 മക്കളിൽ മൂത്തവൾ. അവൾക്ക് താഴെ ഒരാൾ കൂടിയുണ്ട്, ഭവ്യലക്ഷ്മി എന്നറിയപ്പെടുന്ന ഭവ്യ. യാമിക ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. BSc കമ്പ്യൂട്ടർ സയൻസ്. വീടിനടുത്ത് നിന്ന് അരമണിക്കൂർ ദൂരത്തിലുള്ള ഒരു കോളേജിലാണ് അവൾ പഠിക്കുന്നത്. കഥകിൽ മുട്ട് വീണ്ടും തുടർന്നു. ഒപ്പം ഭവ്യയുടെ ശബ്ദവും. ചേച്ചി, ഇത് ഞാനാ, വാതിൽ തുറക്ക്. ഭവ്യ +2 പഠിക്കുന്നത്. അവൾക്ക് രാവിലെ 6 മണിക്ക് ട്യൂഷനുണ്ട്. യാമി പോയി വാതിൽ തുറന്നതും അവൾ അകത്ത് കയറി. ചേച്ചി, ഇത് എന്ത് നോക്കി നിൽക്കുവാ? ഇതുവരെ റെഡിയായില്ലേ? ഇന്നും അമ്മയുടെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് പോകാനാണോ? കാര്യം ഭവ്യ യാമിയുടെ അനീതിയാണെങ്കിലും ചില കാര്യങ്ങളിൽ അവൾ ചേച്ചിയാവാറുണ്ട്. ഭവ്യ വീട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണെങ്കിൽ യാമി കണ്ണിലെ കരടാണ്. അതാണ് ഇരുവരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ചേച്ചിയും അനീതിയും കട്ട ചങ്സാണ്. യാമി അറിയാത്തൊരു കാര്യം പോലും ഭവ്യയുടെ ലൈഫിൽ ഉണ്ടാകില്ല. അതുപോലെ തന്നെ തിരിച്ചും. ഇരുവരുടെയും അച്ഛൻ നന്ദഗോപന് ബിസിനസ്സാണ്. കൂടാതെ അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് കൂടിയുണ്ട്. അവരുടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ 3 നിലകളിലായി പ്രവർത്തിച്ചു പോകുന്ന സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ മേൽനോട്ടം ഇന്ദുവിനാണ്. രാവിലെയുള്ള ജോഗിങ് കഴിഞ്ഞ് നന്ദഗോപൻ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. പൂമുഖത്ത് തന്നെ ഇന്ദു ഉണ്ട്, കയ്യിൽ ചൂരലും. എന്താ ഇന്ദു, യാമി ഇന്നും എണീറ്റില്ലേ? അയാളുടെ ആ ചോദ്യത്തിൽ അവർ അയാളെ കൂർപ്പിച്ചൊന്ന് നോക്കി. താൻ ആ വടി ഇങ്ങി തന്നേ, ഞാൻ അവളെ ഉണർത്തിയിട്ട് വരാം. അതും പറഞ്ഞ് ധൃതിയിൽ മുന്നോട്ടോടുന്ന നന്ദനെ നോക്കി ഇന്ദു അതേ നിൽപ്പ് നിന്നു. അവർക്കറിയാം, ഇന്ദുവിൻ്റെ അടിയിൽ നിന്നും അവളെ രക്ഷിക്കാനാണ് നന്ദൻ്റെ ഈ ഓട്ടോന്ന്. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവരടുക്കളയിലേക്ക് നടന്നു. നന്ദഗോപൻ മുകളിൽ ചെല്ലുമ്പോൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന യാമിയാണ് കാണുന്നത്. അയാളെ കണ്ടതും അവളുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. എന്നേലും ഒരു ദിവസം നിനക്കൊന്ന് നേരത്തെ എണീറ്റൂടെ? ഇന്ന് തലനാഴിരിക്കാണ് അവളുടെ അടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടത്. എപ്പോഴും രക്ഷിക്കാൻ ഞാൻ വരണമെന്നില്ല. സോറി അച്ഛേ. എന്നും ഇത് തന്നെ ഞാൻ കേൾക്കുന്നത്. അവളൊന്ന് ചമ്മിച്ചിരിച്ചു. ആകെ ഒരാശ്വാസം, ഇനി കഷ്ടിച്ച് 6 മാസം കൂടി കോളേജാൽ മതിയെന്നുള്ളതാണ്. നന്ദഗോപൻ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞതും അവൾ മനസ്സിലോർത്തു. പെട്ടെന്ന് റെഡിയായി താഴെ വന്നതും ഇന്ദു ഫുഡ് എടുത്ത് വെച്ചിരുന്നു. രാവിലത്തെ പിണക്കമൊന്നുമില്ല, നല്ല തെളിഞ്ഞ മുഖത്തോടെയാണ് നിൽക്കുന്നത്. ഭക്ഷണം കഴിച്ച് അവരുടെ കവളൊന്നും മുത്തി അവൾ സ്കൂട്ടിക്കടുത്തേക്ക് നടന്നു. കോളേജ് ഗേറ്റ് കിടക്കുമ്പോഴേ അവൾ കണ്ടു അവൾക്കായി കാത്തു നിൽക്കുന്നവനെ. ആൽവിൻ സക്കറിയ, കളരിക്കലെ സക്കറിയയുടെയും ലീനയുടെയും ഏക മകൻ. യാമിയുടെ സ്വന്തം ആൽവി. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അവനെ കണ്ടതും അവൾ സ്കൂട്ടി അവനടുത്തായി കൊണ്ടു നിർത്തി. അപ്പോൾ തന്നെ ആൽവിൻ്റെ ഉറ്റ സുഹൃത്ത് ബെൻസൻ വന്ന് അവളുടെ സ്കൂട്ടിയുമായി കോളേജ് പാർക്കിങ്ങിലേക്ക് പോയി. 1.5 വർഷമായി ഇത് സ്ഥിരമാണ്. കോളേജ് ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം 10-20 മിനിറ്റ് ദൂരം അവർക്ക് നടക്കാനുണ്ട്. പതിവ് പോലെ അവരിരുവരും വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. നീ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞോ? ആൽവിനാണ് ചോദിച്ചത്. ഇല്ല, പക്ഷെ ഫാബിയോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് പതിവിലും അധികം ഗൗരവം വന്നപ്പോഴേക്കും അവൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചോ. സാധാരണയായി തമാശകളും കളിയാക്കലുമായി നടന്നു നീങ്ങുന്ന വഴികളിൽ എന്തിനു വേണ്ടിയോ മൗനം തളം കെട്ടിക്കിടന്നു. നീ ഓക്കെ അല്ലേ? ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അങ്ങനൊരു ചോദ്യം അവളിൽ നിന്നുയർന്നപ്പോൾ വെറുതെ ഒന്ന് തല കുലുക്കുക മാത്രമാണ് അവൻ ചെയ്തത്. ഇരുവരും ഒരേ കോളേജിലാണെങ്കിലും അവൾ കമ്പ്യൂട്ടർ സയൻസും അവൻ ഇലക്ട്രോണിക്സുമാണ്. കോളേജിൻ്റെ മെയിൻ ബിൽഡിംഗ് എത്തിയതും ഇരുവരും ദിശകളിലേക്ക് നടന്നു. ഇടയ്ക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ഒരു നോട്ടം പോലും തരാതെ പോകുന്നവനെ കാണേ അവളിലൊരു സങ്കടം വന്ന് മൂടി. അവനെന്തോ സങ്കടമുണ്ടെന്നും
അവനത് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇൻ്റർവെല്ലിന് മുമ്പുള്ള 2 പീരീഡ് പഠിപ്പിച്ചത് എന്താണെന്ന് പോലും അവൾക്ക് ഓർമ്മയുണ്ടായില്ല. കലങ്ങി മറിഞ്ഞ മനസ്സുമായി അവൾ എങ്ങനെയോ 2 പീരീഡ് തള്ളി നീക്കി. അവളുടെ ഈ മാറ്റങ്ങളെല്ലാം ഉറ്റ സുഹൃത്തുക്കളായ ഗംഗയും ഗായത്രിയും കാണുന്നുണ്ടെങ്കിലും ക്ലാസ് നടക്കുന്നതുകൊണ്ട് അവർക്കൊന്നും അവളോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇൻ്റർവെല്ലിനു വേണ്ടി ബെല്ലടിച്ചതും അവർ രണ്ടാളും അവളെ പൊതിഞ്ഞു. ഗംഗയും ഗായത്രിയും ഇരട്ടകളാണ്. എന്തടി പറ്റിയത്? രാവിലെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ആൽവിനുമായി പിണങ്ങിയോ? ഗംഗയാണ് ആദ്യമേ തന്നെ അത് ചോദിച്ചത്. കാര്യം ഇടയ്ക്കിടെ യാമി ആൽവിനോട് പിണങ്ങാറൊക്കെയുണ്ട്. അപ്പോഴൊക്കെ അവളിങ്ങനെ കിളിപോയതുപോലെ ഇരിക്കാറുമുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇന്നലെ രാത്രിയിലും ഫോൺ വിളിച്ചു. പക്ഷെ ഇന്നായപ്പോൾ അവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ. ഒറ്റ രാത്രി കൊണ്ടിപ്പോൾ ഇതെന്ത് സംഭവിക്കാനാടി? ഞങ്ങൾ സംസാരിക്കണോ ആൽവിനോട്? ഏയ് വേണ്ടടാ, ഞാൻ വൈകിട്ടൊന്ന് വിളിച്ചു നോക്കാം. അല്ലേ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി സംസാരിച്ച് നോക്കാം. എങ്കിൽ നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? അവിടെ നല്ല ചൂട് പരിപ്പോടെ കിട്ടും. വാ പോകാം. പറയുന്നതോടൊപ്പം തന്നെ യാമിയുടെയും ഗംഗയുടെയും കൈപിടിച്ച് ഗായത്രി മുന്നോട്ട് നടന്നു. ക്യാൻറ്റീനിലെ ടേബിളിന് ചുറ്റും 3 ആളും ഇരിക്കുന്നുണ്ടെങ്കിലും യാമിയുടെ മനസ്സ് അവിടെയൊന്നുമല്ല. ആൽവിൻ്റെ മൗനത്തിന് പിന്നിലെ കാരണമറിയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തീർത്തും അവിചാരിതമായി ഇലക്ട്രോണിക്സിലെ തോമസ് സാറിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ആളിലേക്ക് അവളുടെ മിഴികൾ പതിഞ്ഞത്. നമുക്ക് പോയാലോ? ധൃതിയിൽ അവൾ ഗംഗയോടും ഗായത്രിയോടും ചോദിച്ചു. എന്താടി, എന്തു പറ്റി? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എടി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ഗംഗയോട് ചോദിച്ച് തീരും മുമ്പേ ഒരുവൻ അവൾ കരികിലേക്ക് വന്നിരുന്നു. അവൾ ഇരുന്നിടത്തു നിന്ന് ചാടി എണീറ്റു. നീ എന്താ ഇവിടെ? ദേവേട്ട, ഇത് ഞാൻ പഠിക്കുന്ന കോളേജാണ്. അവൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ അമളി പറ്റിയതുപോലെ അവൾ നാവ് കടിച്ചു. ചായ കഴിക്കാൻ വന്നതാ. ചായ കുടിച്ചോ? ഇല്ല. പോയി കുടിച്ചിട്ട് വേഗം ക്ലാസ്സിൽ കയറാൻ നോക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനെ ഇരുന്നിടത്തേക്ക് തിരികെ പോയി. മറുപടിയായി അവളൊന്ന് തലയാട്ടിയെങ്കിലും അവനത് ശ്രദ്ധിച്ചതുപോലുമില്ലായിരുന്നു. കിട്ടിയ ചായ ചൂടോടെ വായിലേക്ക് കമഴ്ത്തി എങ്ങനെയോ ഗംഗയുടെയും ഗായത്രിയുടെയും കൈപിടിച്ച് മുന്നോട്ട് ഓടിപ്പോകുമ്പോൾ ക്യാൻറ്റീനിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാലെ ശപിച്ചു. കൈ വിട്ടടി, എന്നിട്ട് കാര്യം പറ. ഗംഗയാണ്. പരിപ്പോടം മുഴുവൻ കഴിച്ചു തീർക്കാൻ കഴിയാത്ത ദേഷ്യം മുഴുവൻ അവളുടെ മുഖത്തും കാണാം. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഏത്? അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ ദേവദർശ്. ഓ, ആ ദേവേട്ടനാണോ ഇത്? പറയുമ്പോൾ ഗായത്രിയുടെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട്. ആ, അങ്ങേര് എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇയാൾക്ക് വേറെ എത്ര കോളേജുണ്ട്, അവിടെ വല്ലതും പോയി പഠിപ്പിച്ചാൽ പോരെ? എന്തു പറഞ്ഞിട്ടും ദേഷ്യം തീരാത്തതുപോലെ അവൾ നില താഞ്ഞു ചവിട്ടി. എന്നാലും അങ്ങേര് എന്താവും ഇവിടെ? ആ, എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ ആ ദക്ഷയൊന്ന് വിളിക്കട്ടെ. കള്ളപ്പിശാച്, ഒരു വാക്ക് പറഞ്ഞില്ല. അവൾ ദക്ഷിണയെ ഫോൺ വിളിച്ചെങ്കിലും അവൾ കോൾ എടുത്തില്ല. പെട്ടെന്ന് അവൾ കോൾ കട്ട് ചെയ്തു. ദത്തെന്ന് സേവ് ചെയ്തിട്ട നമ്പറിലേക്ക് വിളിച്ചു. 2-3 ബെല്ലിന് ശേഷം അവൻ കോൾ എടുത്തു. ഏട്ടനെ കണ്ടല്ലേ? ഫോൺ എടുത്ത പാടെ ഒരു ഹലോ പോലും പറയാതെ അവൻ ആദ്യം ചോദിച്ചത് അതാണ്. ഭയരപ്പേ, നിനക്കറിയായിരുന്നില്ലടാ അങ്ങേരിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന്. എടി, അത് നിനക്കൊരു സർപ്രൈസ് തരാനാ. വൈകിട്ട് നീ വീട്ടിലേക്ക് വരുമല്ലോ, ബാക്കി ഞാൻ അപ്പം പറയാം. പേടിച്ചിട്ട് ഫോൺ എടുക്കാത്ത അവളോട് നീയൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അത് കേട്ടതും ദത്തനടുത്ത് നിന്ന് ദക്ഷ ഒന്ന് പരിങ്ങി. ഫോൺ വെച്ചിട്ടും ദേഷ്യം തീരാതെ അവൾ നില താഞ്ഞു ചവിട്ടി. അതുവഴി വന്ന കുട്ടികൾ അവളെ ചിരിയോടെ നോക്കിക്കൊണ്ട് കടന്നും പോയി. ഡി, ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകാം. ഗായത്രി അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ക്ലാസ്സിൽ സാർ വന്നതും പഠിപ്പിക്കാൻ തുടങ്ങിയതും ഒന്നും അവൾ അറിഞ്ഞില്ല. കയ്യിലിരുന്ന നോട്ട്ബുക്കിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വരച്ചും കുത്തിയും അവളിരുന്നു. അപ്പോഴവൾ ഓർക്കുകയായിരുന്നു അവനെപ്പറ്റി. നന്ദഗോപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ബാലചന്ദ്രൻ്റെ ദേവികയുടെയും 3 മക്കളിൽ ഏറ്റവും മൂത്തവനാണ് ദേവദർശ് എന്ന ദേവൻ. കോളേജിൽ ലെക്ചറാണവൻ. ഇലക്ട്രോണിക്സ് ആണ് അവൻ്റെ സബ്ജക്റ്റ്. അവന് താഴെ 2 പേരാണ്, ദേവദത്തനും ദക്ഷിണയും. അവർ ഇരുവരും ഇരട്ടകളാണ്.
ഡിഗ്രി ഫൈനൽ ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് ആണിവർ. പഠിക്കുന്ന കാലം മുതൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ബാലചന്ദ്രനും നന്ദഗോപനും. ഇരുവരുടെയും ഭാര്യമാരായിരുന്നു ദേവികയും ഇന്ദുവും. അവർ 4 പേരും പഠിച്ചത് ഒരേ കോളേജിൽ. അങ്ങനെ പരസ്പരം എന്നും കാണാനും ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനുമാണ് ഒരേ സ്ഥലത്ത് മുഖാമുഖം ഇരിക്കുന്ന 2 വീടുകൾ പോലും ഇരുവരും സ്വന്തമാക്കിയത്. പക്ഷെ ദേവനും യാമിയും പണ്ടേ കീരിയും പാമ്പുമാണ്. അതിനു പിന്നിലൊരു കഥയുമുണ്ട്. അവനൊരാളെ പേടിച്ചാണ് അവൾ അവളുടെ ബാൽക്കണി പോലും അധികം തുറക്കാത്തത്. കൂട്ടത്തിൽ ഫബി ഒഴികെ ബാക്കി 3 പേരും അവൻ്റെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഗ്രിക്ക് ഒരേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അവരെ ഒരുമിച്ച് ചേർക്കാതെ പകരം പല പല കോളേജിലാക്കിയത്. അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യാമിയാണ് അവൻ്റെ സഹോദരങ്ങളെ കൂടി വഷളാക്കുന്നത്. അവൻ ഒരാളെ കരുതിയാണ് അവൾ അവരുടെ അസോസിയേഷൻ പരിപാടിക്ക് പോലും പോകാഞ്ഞത്. അവനെ കാണാൻ കിട്ടുന്ന പരിപാടികളെല്ലാം യാമി ഒഴിവാക്കാറാണ് പതിവ്. ഫാവ്യാമി! ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മിസ്സിൻ്റെ അലർജിയിലാണ് സ്വപ്ന ലോകത്തു നിന്ന് അവൾ ഞെട്ടി ഉണർന്നത്. നോക്കുമ്പോൾ ക്ലാസ് മുഴുവൻ നിശബ്ദത. എല്ലാ കണ്ണുകളും അവളിലേക്കാണ്. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. സ്വപ്നം കാണാനാണെങ്കിൽ പിന്നെ എന്തിനടി നീ ക്ലാസ്സിൽ വരുന്നത്? വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ നിനക്ക്? അവളുടെ ആ ചോദ്യത്തിൽ ക്ലാസ് ആകമാനം ഒരു ചിരിയുയർന്നു. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്പസമയം വേണ്ടി വന്നു. സോറി മിസ്, ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നതാ. ആണോ? എങ്കിൽ ഞാനിപ്പോൾ പഠിപ്പിച്ചത് എന്താണെന്ന് നീ ഒന്ന് പറഞ്ഞേ. അവൾ ദയനീയമായി ഗംഗയും ഗായത്രിയും ഒന്ന് നോക്കി. അത് പിന്നെ ഗെറ്റ് ഔട്ട്! ആ അലർച്ചയിൽ ബാഗും ബുക്കും എടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. 10 മിനിറ്റ് പുറത്തു നിന്ന് എന്നിട്ട് കയറിയാൽ മതി ക്ലാസ്സിൽ നിന്ന് മിസ്സ് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ പുറത്തെ ഇടനാഴിയിലേക്ക് ഇറങ്ങി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞു കാണും. ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കിൽ നിന്ന് വരുന്നയാളെ അങ്ങ് ദൂരത്തു നിന്നും അവൾ കണ്ടിരുന്നു. അവളുടെ ചങ്കിടിക്കാൻ തുടങ്ങി. ഒരു വേള ആ 3 നിലയിൽ താഴോട്ട് ചാടിയാലെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ആ നേരം കൊണ്ടവൻ അവൾക്കടുത്തേക്കെത്തി. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ക്ലാസ്സിൽ കയറിയില്ലേ? അത് പിന്നെ ഞാൻ നിന്ന് വിൽക്കാതെ കാര്യം പറ. കള്ളം പറഞ്ഞാൽ അവന് മനസ്സിലാകും. അതുമാത്രമല്ല അവൻ്റെ സ്വഭാവം വെച്ച് വേണേ ക്ലാസ്സിൽ കയറി മിസ്സിനോട് കാരണം ചോദിക്കുകകൂടി ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അവനോട് സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു. എല്ലാം കേട്ട് കനത്ത ഒരു നോട്ടം അവളെ നോക്കി അവൻ കടന്നുപോയതും കാറ്റടിച്ചു വിട്ട ബലൂണ് പോലെയായവൾ. ഇനിയൊരു 6 മാസം കൂടിയുണ്ട് ക്ലാസ് കഴിയാൻ. അതോർത്തതും അവളുടെ നെഞ്ചാഞ്ഞു മിടിച്ചു. 10 മിനിറ്റിന് ശേഷം പണിഷ്മെൻ്റ് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറിയെങ്കിലും അവളുടെ മനസ്സാകെ മരവിച്ചു പോയിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ദേവൻ്റെ വരവെങ്കിലും അവൾക്ക് അകാരണമായൊരു ഭയം തോന്നി. പരസ്പരം കാണുമ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ തറുതല പറഞ്ഞവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് കാണുന്ന സാഹചര്യങ്ങളെല്ലാം പതറിപ്പോകാറാണ് പതിവ്. അതിനേക്കാളെല്ലാം കൂടുതലായി ആൽവിൻ്റെ കാര്യം അവൻ അറിയുമ്പോൾ അത് വീട്ടിലറിയിക്കുമോ, അവൻ വഴക്ക് പറയുമോ, അങ്ങനെ അവളുടെ ചിന്തകൾ പല വഴിക്ക് നീണ്ടുപോയി. വൈകിട്ട് പോകാൻ നേരം ആൽവിനെ കണ്ട് സംസാരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പാർക്കിങ്ങിലെ വണ്ടിയുടെ അരികിലേക്ക് ചെന്നതെങ്കിലും പാർക്കിങ്ങിൽ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ മുഖം കൂർത്തു. അവനെ കാണാഞ്ഞതുപോലെ ചെന്ന് വണ്ടിയെടുക്കാൻ തുനിഞ്ഞെങ്കിലും പിന്നിൽ നിന്ന് വിളി വന്നു കഴിഞ്ഞിരുന്നു. ആ നേരം കൊണ്ട് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്, വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് നന്നാക്കും, പക്ഷേ അതിന് സമയമെടുക്കും. നീ നിൻ്റെ വണ്ടിയുടെ ചാവി ഇങ്ങിതാ. അതിനെന്തിനാ എൻ്റെ വണ്ടി? അത് കൊള്ളാം, എനിക്കപ്പോൾ വീട്ടിൽ പോകണ്ടേ? നീ എന്താ ആനയൊന്നും അല്ലല്ലോ, ആണോ? അവൾക്കൊന്നും മനസ്സിലായില്ല. ആ നേരം കൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി വണ്ടി എടുത്തു കഴിഞ്ഞിരുന്നു. കയറാൻ നിന്നോടിനി പ്രത്യേകം പറയണോ? അല്പം മടിച്ചാണെങ്കിലും അവളവൻ്റെ പിന്നിൽ കയറി. കോളേജിൻ്റെ ഗേറ്റ് കടന്നതും കണ്ടു അവളെ കാത്തവിടെ നിന്ന് ആൽവിനെ. അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. പകരം അവളവനെ കണ്ണുകൊണ്ട് എന്തോ കാണിക്കാൻ ശ്രമിച്ചു. അതാണേൽ അവന് മനസ്സിലായതുമില്ല. വണ്ടി മുന്നോട്ട് ഓടിത്തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ ബാഗിൽ നിന്നും ഫോണെടുത്തു. വൈകിട്ട് വിളിക്കാമെന്നൊരു മെസ്സേജ് അവന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യും മുൻപ് ദേവൻ്റെ സ്വരം അവളെ തേടിയെത്തി. വണ്ടിയിലിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുതെന്ന് നിനക്കറിയില്ലേടി? അത് വണ്ടി ഓടിക്കുമ്പോഴല്ലേ?
തിരിച്ചു പറഞ്ഞവളുടെ മറുപടിയിൽ മിററിലൂടെ അവളെ രൂക്ഷമായി നോക്കിയ ശേഷം അവനൊന്നും മിണ്ടാതിരുന്നു. വീടെത്തും വരെ ഇരുവരും പിന്നീട് ഒന്നും മിണ്ടിയതേയില്ല. അവരുടെ വണ്ടി വീടിന് മുൻപിലെത്തുമ്പോൾ ദേവിക ഇന്ദു അവിടെ ഉണ്ടായിരുന്നോ? ആഴ്ചയിൽ ഒരു ദിവസം അതുവഴി പച്ചക്കറികളുമായി ഒരു വണ്ടി വരും. അതിൽ നിന്ന് പച്ചക്കറിയും വാങ്ങി വർത്തമാനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു അവർ. ദേവൻ്റെ കാറെവിടെ? ഇന്ദുവായിരുന്നത് ചോദിച്ചത്. അവരെ രണ്ടുപേരെ ഒന്നിച്ച് കണ്ടതിൻ്റെ അത്ഭുതവും ആ മുഖത്തുണ്ട്. എൻ്റെ കാറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. വർക്ക്ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ കോളേജ് വന്ന് നന്നാക്കി അവിടെ തന്നെ ഇട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നാളെ എങ്ങനെ പോകും? ഇവളെന്തായാലും ആ വഴിക്കല്ലേ. ആ ബെസ്റ്റ് ഇവളുടെ കൂടെ പോകാനോ? ഇവൾ എഴുന്നേൽക്കുമ്പോഴേ 7 മണി കഴിയും. ആസ്ഥാനത്തുള്ള ഇന്ദുവിൻ്റെ ആ പറച്ചിൽ യാമിയുടെ മുഖമൊന്ന് കൂർത്തു. ദേഷ്യത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു. നാളെ എന്തായാലും നേരത്തെ എണീക്കണമെന്ന് അവൾ മനസ്സിലോർത്തു. വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബാൽക്കണിയിൽ ഫോണുമായി നിൽക്കുകയാണവൾ. ആൽവിനെ വിളിക്കുക എന്നതാണ് ഉദ്ദേശം. പല തവണയായി ഫോൺ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ പിന്നെ വിളിക്കുന്ന കോളുകൾ കട്ടാക്കാനും തുടങ്ങി. അവൾക്ക് തല പെരുത്തു തുടങ്ങി. കണ്ണിൽ നിന്നും അളവില്ലാതെ വെള്ളം പുറത്തു വന്നു. മൂക്കിൻ്റെ തുമ്പ് ചുവന്നു. അവൾ ഫബിയോട് കാര്യം പറഞ്ഞു. ഫബിയുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ഒരു തവണ കോൾ എടുത്തു. പക്ഷേ യാമിയുടെ ശബ്ദം കേട്ടപ്പോൾ അതുപോലെ തന്നെ കട്ടാക്കി കളഞ്ഞു. ആ രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ ഒന്നിനും അവൾ താഴേക്ക് പോയില്ല. എങ്ങനെയോ കിടന്നുറങ്ങി. പതിവ് പോലെ പിറ്റേന്നും താമസിച്ചാണ് അവൾ എഴുന്നേറ്റത്. അന്ന് പതിവില്ലാതെ ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നൊരടിയും അവൾക്ക് കിട്ടി. അതിൻ്റെ പ്രധാന കാരണം ദേവനായിരുന്നു. അവൻ റെഡിയായി കുറേ നേരം അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ നേരത്താണ് അവൾ എഴുന്നേറ്റത്. അടി കിട്ടിയ വേദനയിലും ഉള്ളിലെ വിങ്ങലും എല്ലാം കൂടി കണ്ണീരായി പുറത്തേക്കൊഴുങ്ങി. കയ്യിൽ കിട്ടിയ ഡ്രസ്സുമിട്ട് മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ഒരു പൊട്ടുപോലും തൊടാതെ വണ്ടിക്കടുത്തേക്ക് നടന്നു വരുന്നവളെ കാണേ അവനൊന്ന് നെറ്റിച്ചൊറിഞ്ഞു. എന്തേ, നിന്റെ ആരെങ്കിലും ചത്തോ? അവനാ ചോദ്യം ചോദിച്ചതും കഷ്ടപ്പെട്ട് തടഞ്ഞു വെച്ചൊരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. വാ കയറ്, ഇപ്പം തന്നെ സമയം ലേറ്റായി. സന്ദർഭത്തിനൊത്തൊരു അയവ് വരുത്താൻ എന്നതുപോലെ അവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ വണ്ടിക്ക് പിന്നിലേക്ക് കയറിയവൾ. വണ്ടി കോളേജിൻ്റെ ഗേറ്റ് എത്തിയതും അവനെ തേടി അവളുടെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. നിരാശയായിരുന്നു ഫലം. അവൻ്റെ കൂട്ടുകാരും ആ പരിസരത്ത് എങ്ങുമില്ല. ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം കൊണ്ട് അവളുടെ വിരലുകൾ ദേവൻ്റെ തോളിലമർന്നു. അവൻ തിരിഞ്ഞെന്ന് നോക്കിയതും അബദ്ധം പറ്റിയതുപോലെ അവൾ വിരലുകൾ പിൻവലിച്ചു. അന്ന് അവൾ അവനെ അന്വേഷിച്ചു. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. കൃത്യമായി ചെന്നുപെട്ടത് ദേവൻ്റെ മുൻപിലും. നീ എന്താ ഇവിടെ? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നോക്കി വന്നതാ. ഏത് ഫ്രണ്ട്? ദേവേട്ടൻ്റെ പ്രശ്നം എന്താ? എല്ലാം അറിയണോ? ഫ്രണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഇത് കോളേജാണ്. ഞങ്ങൾ നിൻ്റെ സാറും. അവരെ നോക്കി അങ്ങിങ്ങായി കുട്ടികൾ നിൽക്കുന്നത് കണ്ടതും അവൾ ഒന്ന് തലകുനിച്ചു. സോറി. ക്ലാസ്സിൽ പോ, ഫ്രണ്ടിനെ കണ്ടെങ്കിൽ. ഒന്ന് മൂളിക്കൊണ്ടവൾ തിരിഞ്ഞു പോലും നോക്കാതെ അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. അന്നേ ദിവസം വൈകിട്ട് വരെ അവൾ അവനെ നോക്കിയെങ്കിലും കോളേജിലൊന്നും ആൽവിനെ കണ്ടതേയില്ല. അന്ന് വൈകിട്ട് കോളേജ് വിടുമ്പോൾ ഗേറ്റിൻ്റെ അരികിൽ ആൽവിനുണ്ട്. കാർമേഘം മൂടിയവളുടെ മുഖത്ത് നിലാവ് ഉദിച്ചു. നീ എന്താ ഇന്ന് വരാഞ്ഞത്? നിന്നെ അന്വേഷിച്ച് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത്ര മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നീ ബീച്ചിൻ്റെ അവിടേക്ക് പൊക്കോ, ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നോളാം. ഈ 1.5 വർഷത്തിനിടയിൽ അവരാകെ പോയിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണ് ആ ബീച്ച്. അതുകൊണ്ട് തന്നെ അത്യധികം സന്തോഷത്തിലാണ് അവൾ അവിടേക്ക് പോയത്. അവൾ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞതും അവനും വന്നു. നീ ഓക്കെ അല്ലേ? അവൾ ആദ്യം തന്നെ അവനോട് ചോദിച്ചത് അതാണ്. അതെ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അവനോട് സംസാരിക്കാനുള്ള ആകാംക്ഷയിൽ അവൾ തന്നെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തിന്? അത് പപ്പയുടെ കൂടെ ദുബൈയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്. ദുബൈയിൽ പോകണതിന് നിനക്ക് നിൻ്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ റീസൺ അതൊന്നും അല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്താണെങ്കിലും നീ കാര്യം പറ. അത് പിന്നെ നമ്മുടെ കാര്യം എൻ്റെ വീട്ടിലറിഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? വല്യപ്പച്ചൻ ഒരുപാട് പ്രശ്നമുണ്ടാക്കി. ഒരു അന്യമതക്കാരിയെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു?
പപ്പയും മമ്മിയും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അസുഖകരമായതെന്തോ കേൾക്കാൻ പോകുന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. ഇത് ശരിയാവില്ലടി. നിന്റെ വീട്ടിലാണിത് ആദ്യം അറിഞ്ഞതെങ്കിലും നീയും ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. കേട്ടത് മനസ്സിലാക്കിയെടുക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. എടാ, നിനക്കൊന്നും പറഞ്ഞു നോക്കായിരുന്നില്ലേ? ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ 1.5 വർഷം സ്നേഹിച്ചത്. എന്നിട്ടിപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. ഒടുക്ക നിന്നെ കൂട്ടി വീട്ടിലേക്ക് ചെല്ലാനാണ് ഉദ്ദേശമെങ്കിൽ ഒരു സ്വത്ത് പോലും തരില്ലെന്ന് വല്യപ്പച്ചൻ പപ്പയോട് പറഞ്ഞു. അത്രയും പറഞ്ഞു നിർത്തിയിട്ട് ഇനി എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണവൻ. അപ്പോഴവൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. ഓ, അപ്പോൾ നിനക്ക് സ്വത്താണ് പ്രശ്നം. നമ്മുടെ 1 വർഷത്തെ ബന്ധത്തിന് ആ സ്വത്തിൻ്റെ വില പോലും ഇല്ലായിരുന്നല്ലേ? അവൻ ഉത്തരം മുട്ടിപ്പോയിരുന്നു. എടി, ഞാൻ കുറേ പറഞ്ഞു നോക്കിയതാ. ആണോ? എന്നിട്ട് പറഞ്ഞു നോക്കിയപ്പോൾ നിന്റെ സ്വത്തിൻ്റെ അത്രയും മൂല്യം എൻ്റെ സ്നേഹത്തിന് ഇല്ലാതെ പോയല്ലേ? അതല്ലേ സത്യം? നീ എന്നെ കളിയാക്കുവാണോ? ഇവിടെ ഇപ്പോൾ ആരാരെ കളിയാക്കിയെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. എന്നിട്ടും പിന്നെന്താണ് എൻ്റെ മുമ്പിൽ പൊട്ടം കളിച്ചത്? എത്ര ദിവസം ഞാൻ വിളിച്ചു. ഒരിക്കലെങ്കിലും ഒന്ന് ഫോണെടുത്ത് കാര്യം പറയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നു. കാര്യമൊന്നും അറിയാതെ ഞാൻ എന്തുമാത്രം കണ്ണീരൊഴുക്കി. എന്നിട്ടിപ്പോൾ സ്വത്തിൻ്റെ പേരിൽ അവൾക്ക് ആ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാൻ തോന്നി. നിന്നെ സ്നേഹിച്ചതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടാ? അവൻ്റെ കോളറിൽ പിടിക്കാനാഞ്ഞ കൈകൾ അവൾ ശ്രമപ്പെട്ട് ഒതുക്കി വെച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ എന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കുവാണോ? അങ്ങനെ പറയടാ. കണ്ണ് നിറഞ്ഞൊഴുകുന്നതിനിടയിലും അവളുടെ ആ പറച്ചിലിൽ അവൻ്റെ ഉള്ളവും നൊന്തോ. ഒരു ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചോളാണ്. അവളെ മറന്ന് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല. സമയം ഒരുപാട് താമസിച്ചു. നിന്നെ വീട്ടിൽ അന്വേഷിക്കും. നീ ചെല്ല്. കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നു. നീയും മറക്കണം. എത്ര എളുപ്പമാണ് നീ എല്ലാം മറന്നത്. നിനക്കതിന് കഴിയോ? എനിക്ക് നിന്റെ വല്യപ്പച്ചനോട് ഞാനൊന്ന് സംസാരിച്ചാലോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. വേണ്ട, അതൊന്നും ശരിയാവില്ല. നമുക്കെല്ലാം മറക്കാം. അതാണ് നിനക്കും എനിക്കും നല്ലത്. ഞാൻ നാളെ ദുബൈക്ക് പോകും. എന്ന് തിരിച്ചു വരുമെന്ന് ഇപ്പോഴെനിക്ക് പറയാൻ കഴിയില്ല. ദേവി, ഇത് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും. പെട്ടിയിലെ അവസാനത്തെ ആണി പോലെ അവൻ്റെ വാക്കുകൾ അവളെ തേടിയെത്തി. അവളുടെ ഉള്ളു വിങ്ങി. അവൻ്റെയും. ഇനിയൊന്നും പറയാനില്ലാതെ ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടിയപ്പോൾ അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു. ഇടയ്ക്ക് അവനെയൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അപ്പോഴും ആ കടലിലേക്ക് കണ്ണെടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വണ്ടി കയറുമ്പോൾ അവൾക്ക് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവരുടെ ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും പ്രണയത്തിനും എല്ലാത്തിനും സാക്ഷിയായ കടലാണ് ഇപ്പോൾ അവരുടെ വേർപിരിയലിനും. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വണ്ടി കയറി. അവസാനമായി അവനെ ഒരു നോക്ക് തിരിഞ്ഞു നോക്കി. അവനിപ്പോഴും ആ നിൽപ്പ് തന്നെയാണ്. നിന്നിടത്ത് നിന്ന് 1 ഇഞ്ച് അനങ്ങിയിട്ടില്ല. അവളുടെ വണ്ടി അവിടെ നിന്ന് പോയ ശേഷം അവൻ അവൾ പോയ വഴിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് അവൻ്റെ കണ്ണിലും തെളിഞ്ഞു. ആദ്യമായി അവളെ കണ്ടതവൻ ഓർത്തു. തോളിൽ നിന്നും അല്പം കൂടി താഴോട്ടുള്ള ചെമ്പൻ മുടിയിഴകൾ അഴിച്ചിട്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും വെച്ച് പുഞ്ചിരിയോടെ നടക്കുന്നു. വളക്കിലിങ്ങും പോലെയുള്ള അവളുടെ ചിരിയും നിർത്താതെയുള്ള അവളുടെ സംസാരവും. അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി. ഈ ലോകത്തെ എന്തു മറന്നാലും ഈ ഒരുവളെ ഒരിക്കലും അവനതിന് കഴിയില്ലെന്ന് തോന്നിപ്പോയി. ഈ ലോകത്തിലെ സർവവും കൊണ്ട് അവൻ്റെ കാൽക്കീഴി വെച്ചാലും അവളുടെ സ്നേഹത്തിൻ്റെ അരികിൽ പോലും എത്തില്ലെന്ന് തോന്നി. അന്നവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഏകദേശം 6 മണി. ചെല്ലുമ്പോൾ വീട്ടുമുറ്റത്ത് 2 വീട്ടിലെ എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് തൻ്റെ ഫോണിൻ്റെ കാര്യം പോലും യാമിക്ക് ഓർമ്മ വന്നത്. വാതിക്ക് കലിതുള്ളി നിൽക്കുന്ന ഇന്ദുവിനെ നോക്കാൻ കഴിയാത്തതുപോലെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. എവിടെയായിരുന്നു യാമി നീ ഇത്ര നേരം? കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ അവളുടെ തല താന്നു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ വൈകി.
സമയം താമസിച്ചതുകൊണ്ട് ഫോൺ നോക്കാനും എനിക്ക് പറ്റിയില്ല. തലകുനിച്ച് അത്രയും പറഞ്ഞ് മുഖമുയർത്തുമ്പോൾ ദേവനെ നോക്കാൻ മാത്രം അവൾക്ക് ഭയം തോന്നി. കാരണം കള്ളം കണ്ടുപിടിക്കാൻ അവനൊരു പ്രത്യേക കഴിവായിരുന്നു. അവൾ ഇത്രയും നേരം ക്ലാസ്സിലിരുന്ന് ക്ഷീണിച്ചു വന്നതല്ലേ, പോയി റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഇങ്ങനെ താമസിച്ചു വന്നാൽ ആദ്യം തന്നെ വീട്ടിലേക്ക് വിളിക്കണം. അതൊക്കെ പോട്ടെ, ഇന്ന് ആരുടെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു? അത് ചോദിച്ചത് ദേവനാണ്. ബിൻസി മാമിൻ്റെ. അത് പറയുമ്പോൾ അവൾ അവനെ നോക്കി. പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്ത വിധമുള്ള അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനിൽ പല സംശയങ്ങളും ജനിപ്പിച്ചു. യാമി അകത്തേക്ക് കയറി. പിന്നാലെ തന്നെ ഫബിയും പോയി. അകത്തേക്ക് പോകാനഞ്ഞ ദത്തനെയും ദക്ഷിണയും ദേവൻ തടഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാ? അവൾ പോയി റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. മനസ്സില്ലാ മനസ്സോടെ ദേവനെ മനസ്സിൽ തെറിയും പറഞ്ഞുകൊണ്ട് അവരിരുവരും വീട്ടിലേക്ക് നടന്നു. യാമി മുറിയിലേക്ക് കയറിയ പാടെ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു. പിന്നാലെ വന്ന ഫബ്യ അവളുടെ ആ പ്രവൃത്തിയിൽ പകച്ചുപോയി. ചേച്ചി ചേച്ചി, എന്താ കാര്യം? എന്തു പറ്റി? അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് ഫബ്യ ചോദിക്കുന്നുണ്ടെങ്കിലും അവളതൊന്നും കേൾക്കുന്നതേ ഇല്ലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ആൽവിൻ എന്നൊരു വാക്കുമാത്രം അവൾ കേട്ടു. അപ്പോഴേ അവൾക്കൊരു അപകടത്തിൻ്റെ സൂചന കിട്ടി. കുറേ നേരത്തിന് ശേഷം അവളുടെ മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് അവൾ ഫബിയോട് പറഞ്ഞു. ഒടുക്കം അവൻ അവളെ വേണ്ടാന്ന് പറഞ്ഞെന്നും അതും പറഞ്ഞൊരു പൊട്ടിക്കരച്ചിലോടെ ചുവരിലൂടെ ഓർന്ന് നിലത്തേക്കിരുന്നു. ഫബി വിളിച്ച് ദത്തനോടും ദക്ഷയോടും പറഞ്ഞതനുസരിച്ച് അവരും വന്നു. പോട്ടടി, അവന് നിന്നെ വേണ്ടെങ്കിൽ നിനക്ക് അവനെയും വേണ്ട, അങ്ങനെ ചിന്തിക്ക്. അല്ലാതെ ഇങ്ങനെ. അവരെല്ലാം ഒരുപാട് ആശ്വസിപ്പിച്ചാണ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് ഫബിയും അവൾക്കൊപ്പം കിടന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ഒരുതരം ക്ഷീണം തോന്നി. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ അവൾ കോളേജിലേക്ക് പോകാൻ റെഡിയായി. പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് മുന്നോട്ട് നടന്നവൾ കുഴിഞ്ഞു വീണത് നിമിഷ നേരം കൊണ്ടാണ്. കുട്ടികൾ ചുറ്റും ഓടിക്കൂടി. സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സും. ആ സമയത്താണ് ദേവൻ്റെ കാറ് പാർക്കിങ്ങിലേക്ക് വന്നത്. പെട്ടെന്ന് ടീച്ചേഴ്സ് ആരോ കൈ കാണിച്ച് വണ്ടി നിർത്തിയതും അവളെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റിയതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മുഖത്ത് വെള്ളം തളിക്കാനും വെള്ളം കൊടുക്കാനുമൊക്കെ ആരോ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിനോടൊന്നും പ്രതികരിക്കാത്തതുകൊണ്ട് അവർക്ക് ഭയം തോന്നി. അവളെയും കൊണ്ട് അവൻ്റെ കാർ ഹോസ്പിറ്റൽ കവാടത്തിലേക്ക് കയറിയപ്പോൾ എന്തിനെന്നറിയാതെ അവനും വേദനിച്ചു. BP ലോ ആയതാണ് പ്രശ്നം. പിന്നെ അവൾക്ക് ദേഹത്തിന് നല്ല ചൂടുമുണ്ടായിരുന്നു. തലേന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും ഭക്ഷണം കഴിക്കാത്തതും ഒരു കാരണം. അവൾക്ക് ഡ്രിപ്പിട്ടപ്പോൾ അവനൊപ്പം നിന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടു. ആദ്യം വിളിച്ച് വീട്ടിലിറക്കാൻ തോന്നിയെങ്കിലും എന്തു ഭയന്നാലോന്നോർത്ത് അവൻ വിളിച്ചില്ല. ട്രിപ്പ് തീരുമ്പോൾ വീട്ടിൽ പോകാം, എന്നിട്ട് കാര്യങ്ങളെല്ലാം നേരിട്ട് പറയാമെന്ന് അവനോർത്തു. ഡ്രിപ്പ് ഒരു കാൽഭാഗം എത്തിയപ്പോഴാണ് യാമി കണ്ണുകൾ തുറന്നു. ആദ്യം കുറച്ച് സമയം ഒരു പരിഭ്രമം തോന്നിയെങ്കിലും കയ്യിലെ കാനുലയും അല്പം കടുത്ത മുഖത്തോടെ നിൽക്കുന്ന ദേവൻ്റെ മുഖവും മതിയായിരുന്നു എന്താണ് നടന്നതെന്ന് ഊഹിച്ചെടുക്കാൻ. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ്. നിനക്ക് ഞങ്ങളറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഈ മറുപടി അത്ര വിശ്വാസകരമല്ലല്ലോ. അവളുടെ മുഖം വിളറി. അതൊക്കെ പോട്ടെ, ഇന്നലെ നിനക്ക് ആരുടെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു? ബിൻസി മാമിൻ്റെ. ഉറപ്പാണോ? അതിന് മറുപടി ഒരു മൂളൽ മാത്രമായിരുന്നു. ഓക്കെ, ഞാനൊന്ന് വിളിച്ച് കൺഫേം ചെയ്യട്ടെ. അവളുടെ തല കുനിഞ്ഞു. വേണ്ട. അതെന്താ? അവൾക്ക് മറുപടിയില്ല. വിശക്കുന്നുണ്ടോ? പെട്ടെന്ന് അവനിൽ നിന്നും അടുത്ത ചോദ്യം വന്നതും അവൾ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി. ഇല്ല. അതെന്താ വിശക്കാഞ്ഞത്? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇന്നലെ? ഇല്ല. ഇന്ന് രാവിലെ? ഇല്ല. പിന്നെന്താ വിശപ്പില്ലാത്തത്? അല്ലേ തന്നെ ഡോക്ടർ പറഞ്ഞത് നീ കണ്ണു തുറന്നാൽ ആദ്യം തന്നെ നിനക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്നാ. ഞാൻ ക്യാൻറ്റീനിൽ പോയി ആഹാരം വാങ്ങി വരാം. അതും പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു. അവൻ്റെ നിഴലകുന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ആൽവിൻ അത്രമേൽ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. ദേവൻ തിരികെ വരുന്നത് കണ്ടതും അവൾ കണ്ണു തുടച്ചു. അകത്തേക്ക് കയറിയവൻ ആദ്യം ശ്രദ്ധിച്ചത് നനഞ്ഞൊട്ടിയ യാമിയുടെ കൺപീലികളാണ്. കാരണം എന്തെന്നവൻ ചോദിച്ചില്ല. പക്ഷേ പകരം ഭക്ഷണമടങ്ങിയ പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. ക്യാനുലിട്ട വലത് കൈ അവൾ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും എരിവ് വലിച്ചുകൊണ്ടവൾ കൈ താഴ്ത്തി. എനിക്ക് വിശപ്പില്ല. അവൾ ആ പറഞ്ഞതവൻ കേട്ടതായി പോലും ഭാവിച്ചില്ല.
പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം ഇഡലി മുറിച്ച് സാമ്പാറിലേക്ക് മുക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോഴും ആ മിഴികൾ നിറഞ്ഞൊഴുകി. കറിക്ക് എരിവുണ്ടോ? ഇല്ല. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. അവളും 3 ഇഡലിയും അവളെ കഴിപ്പിച്ച് വെള്ളവും കുടിപ്പിച്ച് അവൻ കൈകഴുകി വരുമ്പോഴേക്കും അവളൊരു ചെറുമയക്കത്തിൽ വഴുതി വീണു. പിന്നെ ഡ്രിപ്പ് തീരാറായപ്പോഴാണ് അവൻ അവളെ ഉണർത്തിയത്. വീട്ടിലേക്കുള്ള യാത്രയിൽ ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. യാമി വേറെ ഏതോ ലോകത്തിൽ എന്നതുപോലെയിരുന്നു. വീട്ടിൽ ചെന്ന് ഇന്ദുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചത് ദേവനാണ്. അന്നേ ദിവസം വൈകുന്നേരം അവളെ കാണാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ബാലചന്ദ്രനും ഫാമിലിയും എത്തി. അവർ വന്നതറിഞ്ഞ് അവൾ താഴേക്ക് വന്നു. അവൾ അപ്പോഴേക്കും പൂർണ്ണമായും ഓക്കെയായി. നാളത്തേക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് ദേവൻ മാത്രം വന്നില്ല. ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോഴാണ് ദേവൻ വന്നത്. ഭക്ഷണം കഴിച്ച് അവൻ ആദ്യം തന്നെ പോവുകയും ചെയ്തു. ബാലേന്ദ്രനും ദേവികയും ദത്തനും ദക്ഷയും പോകാനായി മുറ്റത്തേക്കിറങ്ങി. അവരെ യാത്രയാക്കാനായി നന്ദഗോപനും കുടുംബവും അവർക്കൊപ്പം ഇറങ്ങി. നന്ദ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആലോചിച്ചൊരു മറുപടി തന്നാൽ മതി. കാര്യം പറയടാ. നീ ഇതെന്തോന്നാ വളഞ്ഞു ചുറ്റുന്നത്? ദേവൻ ഈ മാസം 28 കഴിയും. നമ്മുടെ യാമയ്ക്ക് വേണ്ടി ദേവനെ ആലോചിച്ചാലോ? അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. വേറൊന്നും കൊണ്ടല്ല. പണ്ട് യാമിക്ക് 8 വയസ്സ് മാത്രം പ്രായം കാണും. അന്ന് എല്ലാവരും കൂടിയിരുന്നൊരു വൈകുന്നേര സമയത്ത് അവൾ പറഞ്ഞതാണ് അവർക്കൊക്കെ ഓർമ്മ വന്നത്. ഞാൻ ദേവേട്ടനെയേ കല്യാണം കഴിക്കൂ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്നുള്ള അവളുടെ ആ പറച്ചിലിൽ എല്ലാവരും ഞെട്ടിയെന്ന് മാത്രമല്ല, ബാലേന്ദ്രൻ്റെ ക്യാമറ കണ്ണുകൾ ആ നിമിഷം വീഡിയോ ആക്കുകയും ചെയ്തു. അന്ന് ദേവൻ ഇത്തിരി കൂടി വലിയ കുട്ടിയായിരുന്നു. അവനത് കേട്ട് നാണക്കേട്. എല്ലാവരുടെ കൂട്ടും ചിരിയും പറഞ്ഞ് അവളുടെ ആ നിൽപ്പും എല്ലാം കൂടി കണ്ടപ്പോൾ ഒരൊറ്റ തള്ളായിരുന്നവൻ. അന്നവൻ്റെ തള്ളിൽ അവൻ പോലും പ്രതീക്ഷിക്കാതെ യാമി നിലത്തേക്ക് വീണുപോയി. അതും നെറ്റിയടിച്ച്. പടിക്കെട്ടിലായതിനാൽ അത്യാവശ്യം നല്ല മുറിവുണ്ടായിരുന്നു. അവളുടെ നെറ്റിയിൽ 3 സ്റ്റിച്ച്. അന്നവന് ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടി. ഒരുപക്ഷെ അന്നായിരിക്കും ബാലേന്ദ്രൻ അവനെ ആദ്യമായും അവസാനമായും തല്ലിയത്. അന്ന് തുടങ്ങിയ ദേഷ്യമാണ് ഇരുവരും തമ്മിൽ. പിന്നെ വലുതായി തുടങ്ങിയപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പണി കൊടുത്തു. അവരുടെ ആ ദേഷ്യം അങ്ങനെങ്ങ് വളർന്നു. അതവരോളം എത്തി. ഇപ്പോഴും അവരിരുവരും ഒരുമിച്ചൊരു പരിപാടിയിൽ പോലും പങ്കെടുക്കാറില്ല. ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നും അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച പ്രശ്നത്തിന് ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന പിണക്കം കുറച്ച് കൂടുതലല്ലേ എന്ന്. പലവട്ടം ബാലേന്ദ്രനും നന്ദഗോപനും മാറി മാറി ഉപദേശിച്ചു. അവരിരുവർക്കും പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ല. അവരെ രണ്ടുപേരെയും കൂട്ടിക്കെട്ടണമെന്ന് ബാലേന്ദ്രൻ പറഞ്ഞതോർക്കെ എല്ലാവരും വീണ്ടും ചിരിച്ചു. ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്ന യാമിയുടെ നെഞ്ച് ആഞ്ഞു പിടിച്ചു. അവൾക്ക് ആൽവിനെ ഓർമ്മ വന്നു. ഓർമ്മകൾ അവളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അവൾ മെല്ലെ റൂമിലേക്ക് നടന്നു. അവൾക്ക് ദേഷ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും പോയി കഴിഞ്ഞതും ഇന്ദു നന്ദനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എന്നോട് ബാലൻ ഇതിനെപ്പറ്റി കുറേ നാളായി പറയുന്നു. ദേവിയ്ക്കും ചന്ദ്രകാന്തത്തിലെ സുഭദ്രയ്ക്കുമൊക്കെ നല്ല താല്പര്യമുണ്ടെന്ന്. ചന്ദ്രകാന്തത്തിലെ അമ്മ ദേവികയുടെ അമ്മയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഇന്ദുവും നന്ദനും ബാലനും ദേവികയും പരസ്പരം പ്രണയത്തിലായിരുന്നു. പക്ഷേ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ ബാലൻ്റെയും ദേവിയുടെയും വീട്ടിൽ എല്ലാവർക്കും സമ്മതം. പക്ഷേ ഇന്ദുവിൻ്റെയും നന്ദൻ്റെ അവസ്ഥ നേരെ തിരിച്ച്. നന്ദൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഒരു പള്ളിവക അനാഥാലയത്തിലായിരുന്നു. ഇന്ദുവിൻ്റെ വീട്ടുകാർ നാട്ടിലെ പേരുകേട്ട പ്രമാണിമാർ. കൊന്നു കളഞ്ഞാൽ പോലും ഇന്ദുവിനെ നന്ദന് കൊടുക്കില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നന്ദൻ്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞ ഇന്ദുവിനെ അച്ഛനും ആങ്ങളമാരും ചേർന്ന് അകത്തേക്ക് വലിച്ചിഴിച്ചുകൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിച്ചു. നന്ദൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച 2 ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ഇന്ദു പൂർണ്ണമായും വീട്ടു തടങ്കലിലായി. ഒടുക്കം അവൾക്ക് ഭക്ഷണം നൽകാൻ വരുന്ന ജോലിക്കാരിക്ക് അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. ഒരു പുലർച്ചെ അവരുടെ സഹായത്തോടെയാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അന്ന് രക്ഷപ്പെട്ടോടി വന്ന ഇന്ദുവിനെ നന്ദൻ ഒരിക്കലും മറക്കാനാവില്ല. നിതംബം മറിഞ്ഞുകിടന്ന അവളുടെ ഇടതൂർന്ന മുടിയിഴകൾ തോളപ്പം വെച്ച് മുറിച്ചു മാറ്റി. അടികൊണ്ട് പൊട്ടിയ ചുണ്ടുകളും കരുനീലിച്ച മുഖവും. അന്ന് ദേവികയുടെ നിർബന്ധത്താൽ അവർ അവളുടെ വീട്ടിലേക്കാണ് പോയത്. മക്കളുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത സുഭദ്രാമ്മ
നന്ദനെ അനാഥൻ എന്ന പേരിൽ അധിക്ഷേപിക്കുകയും അവന് പണമില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവളുടെ വീട്ടുകാർ അവരുടെ പ്രണയം എതിർത്തോന്ന് മനസ്സിലായതോടെ അവരിരുവരെയും ഇരു കൈയും കൂട്ടി സ്വീകരിച്ചു. പിന്നീട് ഇന്ദുവിന് ചന്ദ്രകാന്തത്തിൽ തന്നെ താമസിപ്പിച്ചു. ദേവികയുടെയും ബാലൻ്റെയും വിവാഹത്തോടെ ഇരുവരുടെയും വിവാഹവും നടത്തി. സ്വന്തം അമ്മയേക്കാളേറെ തന്നെ മനസ്സിലാക്കിയ ചന്ദ്രകാന്തത്തിലെ അമ്മ അന്നു മുതൽ ഇന്ദുവിനും അമ്മയായി. രാത്രി കിടക്കാൻ നേരവും നന്ദനും ഇന്ദു അതേപ്പറ്റി ചിന്തിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് യാമിയോട് സംസാരിക്കാനുള്ള ധൈര്യം ഇരുവർക്കും ഇല്ലായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ദിവസങ്ങളും മാസങ്ങളും ഓടി മറിഞ്ഞു. ഇന്ന് യാമിയുടെയും ദത്തൻ്റെയും ദക്ഷയുടെയും എല്ലാം കോളേജിലെ അവസാന ദിവസമാണ്. കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് ഗംഗയ്ക്കൊപ്പം ഗായത്രിയോട് കൂടി കോളേജിന് പുറത്തേക്ക് നടക്കുകയാണ് യാമി. 2 ദിവസം മുമ്പ് അവളുടെ സ്കൂട്ടിയുടെ ബ്രേക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും ബസ്സിലാണ് അവൾ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നായിരുന്നു ഒരു കാറ് അവൾക്കടുത്തേക്ക് വന്ന് നിന്നത്. വാ, ഞാനും വീട്ടിലേക്കാണ്. ദേവനായിരുന്നു അത്. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഗംഗയോടും ഗായത്രിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കാറിലേക്ക് കയറി. കുറേ നേരമായിട്ടും അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൾ സംസാരിച്ചു തുടങ്ങി. അച്ഛൻ പ്രൊപ്പോസലിൻ്റെ കാര്യം പറഞ്ഞോ നിന്നോട്? ഏത് പ്രൊപ്പോസൽ? അവൻ അവളെ രൂക്ഷമായെന്ന് നോക്കി. കാര്യം മനസ്സിലാക്കിയെടുക്കാൻ അവൾക്ക് അല്പം സമയം വേണ്ടി വന്നു. അബദ്ധം പിടിഞ്ഞതുപോലെ അവൾ നാവ് കടിച്ചു. ഞാനപ്പം തന്നെ മറുപടിയും പറഞ്ഞിരുന്നു. എന്തു മറുപടി? എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതെനിക്ക് താല്പര്യമില്ലെന്ന്. അവൻ അപ്പോഴേക്കും കാർ അടുത്ത് കണ്ട ഒരു കോഫി ഷോപ്പിൻ്റെ പാർക്കിങ്ങിലേക്ക് നിർത്തിയിരുന്നു. വാ, നമുക്കൊരു കോഫി കുടിക്കാം. പുറത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവൻ അവളെ വിളിച്ചു. എനിക്ക് വീട്ടിൽ പോകണം. പോയിട്ടെന്തെങ്കിലും അത്യാവശ്യം? ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. കോഫി ഷോപ്പിൽ ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ അവനിനി എന്താണ് പറയാൻ പോകുന്നതെന്നോർത്ത് അവൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നീ ഓക്കെ അല്ലേ? അവൾ ഇരുന്നിടത്തിരുന്ന് ഞെളിവിരി കൊള്ളുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. മെനു കാർഡ് അവൻ അവൾക്ക് നേരെ നീട്ടി. ഒരു ഹോട്ട് ചോക്ലേറ്റും കട്ട്ലേറ്റും പറഞ്ഞ് അവൾ അവന് നേരെ തിരിഞ്ഞു. അവനും അതിൻ്റെ പറഞ്ഞു. പിന്നെയും മൗനം വിരുന്നു വന്നു. ഓർഡർ ചെയ്ത ഫുഡ് മുൻപിൽ വന്നപ്പോൾ മെല്ലെ അവർ കഴിച്ചു തുടങ്ങി. നീ മറുപടിയൊന്നും പറഞ്ഞില്ല. അതൊന്നും ശരിയാവില്ല. നമ്മൾ തമ്മിൽ അത് വേണ്ട. ശരിക്കൊന്ന് ആലോചിക്ക്, എന്നിട്ടൊരു മറുപടി പറയുക. അച്ഛനും അമ്മയും വിവാഹക്കാര്യത്തെപ്പറ്റി പറഞ്ഞു. അത് നീയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാണെന്നും പറഞ്ഞു. ആലോചിച്ചപ്പോൾ ഞാനും ഓർത്തു, എന്തായാലും ഒരു കല്യാണം കഴിക്കണം. അതിപ്പോൾ നീയാണെങ്കിൽ നീ. അതിനു മറുപടി ഒരു മൂളലിൽ ഒതുക്കി കളഞ്ഞവൾ ബില്ലും പേ ചെയ്ത് ഇരുവരും പോകാനിറങ്ങി. വീട്ടിൽ ചെല്ലുമ്പോൾ പതിവില്ലാത്ത ആ നേരം അവിടെ നന്ദഗോപനുണ്ടായിരുന്നു. അച്ഛനെന്ന് നേരത്തെ വന്നു. അവൾ മുകളിലേക്കുള്ള ഗോവണി കയറാൻ തുടങ്ങിയതും അയാൾ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. മോളെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ദേവനുമായിട്ടുള്ള പ്രൊപ്പോസൽ. എനിക്ക് കുറച്ച് സമയം വേണോ അച്ഛാ? അത്രമാത്രം പറഞ്ഞ് അവൾ മുകളിലേക്ക് ഓടിക്കയറി. ഫബിയ ക്ലാസ് കഴിഞ്ഞ് നേരെ പോയത് യാമിയുടെ റൂമിലേക്കാണ്. ബാൽക്കണി കാര്യമായ ആലോചനയിൽ ഇരിക്കുന്നവൾ തൊട്ടരികിൽ ഫബിയ വന്നതുപോലും അറിഞ്ഞിരുന്നില്ല. എന്താണൊരു ആലോചന? ഏയ്, എന്നാലും ഒരെന്നാലുമില്ല. പിന്നെ ചേച്ചി എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്? ഒന്നുമില്ല. എങ്കിൽ ഞാൻ പറയട്ടെ, ദേവൻ ചേട്ടനെക്കുറിച്ചല്ലേ? അല്ല. പിന്നെ? ആ ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് അവളുടെ മിഴികൾ ഈറനണിഞ്ഞു പോയിരുന്നു. അവളുടെ ചിന്തകളിൽ അത്രയും ആൽവിനായിരുന്നു എന്നറിഞ്ഞതും ഫബി വല്ലാതെയായി. ചേച്ചി ഒരു ഫൂളാണെന്ന് ഞാൻ പറയൂ. അല്ലേ തന്നെ, പറ്റിച്ചിട്ട് പോയവനെ ഓർത്ത് കണ്ണീരൊഴുക്കി ഇവിടെ ഇരിക്കാൻ ഇതെന്തൊന്ന് സീരിയലോ? ചേച്ചി, ഇത് നമ്മുടെ ജീവിതമാണ്. കാര്യങ്ങളെ പ്രാക്ടിക്കലായി ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എന്നിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ചേച്ചിയെ വേണ്ടെന്ന് വെച്ച് പോയൊരാളെ ഓർത്ത് ചേച്ചി എന്നും കണ്ണീരൊഴുക്കി ഇവിടെ ഇരുന്നാൽ ആർക്കാണ് നഷ്ടം? ആരുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത്? എല്ലാവരും മനുഷ്യരാണ്. നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോ
നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുകൂടി നമുക്ക് വേണം. മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയാൽ അവിടെ തന്നെ നിൽക്കാതെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണമെന്ന് വേണം നമ്മൾ ആദ്യം ചിന്തിക്കാൻ. ചിലപ്പോൾ ആ ചേട്ടന് ചേച്ചിയെ വേണ്ടെന്ന് വെച്ച് പോകാൻ തോന്നിയത് മേ ബി ചേച്ചി അതിലും നല്ലൊരാളെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിക്കാണും. സോ ലൈഫിൽ സംഭവിക്കുന്ന പോസിറ്റീവും നെഗറ്റീവും എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്കും. അപ്പോൾ ജീവിതം കുറച്ചുകൂടി കളറാകും. അവളുടെ കവിളിലൊന്ന് തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് ഫബിയ അവളുടെ റൂമിലേക്ക് പോയതും യാമി വീണ്ടും അവളുടെ ലോകത്തെ തന്നെ വട്ടം ചുറ്റി നിന്നു. അന്ന് പതിവില്ലാതെ ദേവൻ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുന്നത് കണ്ടതും അവൾ അകത്തേക്ക് കയറി. അറിവില്ലാത്ത പ്രായത്തിൽ ദേവനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അറിവായതിനു ശേഷം അവനോട് അങ്ങനൊരു ഇഷ്ടമോ അങ്ങനൊരു ചിന്ത പോലും അവളുടെ ഉള്ളിൽ വന്നിട്ടില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി അവൾക്ക് ഓർമ്മ വന്നത് അത്രയും നന്ദനും ഇന്ദുവും തമ്മിലുള്ള സംഭാഷണമാണ്. രാത്രി വെള്ളമെടുക്കാൻ പോകുന്ന വഴി യാദൃച്ഛികമായി കേട്ടതാണ്. എനിക്ക് യാമിയെ ദേവന് കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ താല്പര്യം അതിൻ്റെ പേരിൽ അവളെ നിർബന്ധിക്കാൻ എനിക്കൊരിക്കലും ആവില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചെയ്ത തെറ്റ് നമ്മൾ നമ്മുടെ മക്കളോട് ആവർത്തിക്കുന്ന പോലെ ആയിപ്പോകും. അതിനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നന്ദൻ പറഞ്ഞു നിർത്തിയതും ഇന്ദു തുടർന്നു. ദേവൻ വളരെ നല്ലവനാ, നല്ല കാര്യവിവരമുള്ളവൻ. അതുമാത്രമല്ല, ദേവനായി യാമിയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ യാമിയെ നമുക്ക് കാണാം. അവൾ എപ്പോഴും നമ്മുടെ കൺവെട്ടത്തുണ്ടല്ലോ. ഇന്ദുവിൻ്റെ വാക്കുകൾ കേൾക്കെ യാമിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് അവൾ വേഗം റൂമിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ നന്ദൻ പോകും മുമ്പേ യാമി എഴുന്നേറ്റു. ആ സമയം ട്യൂഷൻ കഴിച്ചു വന്ന ഫബിയും ലിവിംഗ് റൂമിലുണ്ടായിരുന്നു. അവരെല്ലാവരും ലിവിംഗ് റൂമിലിരുന്ന് ചായ കുടിക്കുന്നു. യാമി വന്നതും ഇന്ദു അവർക്കുള്ള ചായയും കൊണ്ട് അരികിലേക്ക് വന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് ദേവേട്ടനുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അവൾ വിവാഹത്തിന് സമ്മതിച്ചതേ പുണ്യമെന്ന് കരുതിയവർ അവളുടെ ഏത് കണ്ടീഷൻ അംഗീകരിക്കാനും തയ്യാറായി ആ മുഖത്തേക്ക് നോക്കി. എനിക്കൊരു ജോലി വേണം. അത് കിട്ടിയിട്ടേ ഞാൻ വിവാഹം കഴിക്കൂ. അധിക സമയമൊന്നും വേണ്ട. ക്യാമ്പസ് സെലക്ഷൻ വഴി എനിക്ക് ഇൻഫോ പാർക്കിൽ ഒരു ജോലി ശരിയായിരുന്നു. ഡിഗ്രി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് ജോലിക്ക് കയറാം. അതിനുശേഷം ദേവേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. ആഹാ, അത് കൊള്ളാലോ. ജോലി കിട്ടിയ കാര്യം നേരത്തെ പറഞ്ഞില്ല. അത് ഞാൻ ആദ്യം PG ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ പറയാതിരുന്നത്. ഇപ്പം ഞാൻ ഓർത്തു ജോലിക്ക് കയറിയിട്ട് ഡിസ്റ്റൻ്റായിട്ട് ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ചെയ്യാമെന്ന്. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. ഞാൻ ബാലനെ ഒന്ന് വിളിച്ച് ഈ വിവരം പറയട്ടെ. അതും പറഞ്ഞ് ഫോണും എടുത്ത് നന്ദ മുറ്റത്തേക്ക് ഇറങ്ങി. റൂമിലിരുന്ന് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് യാമിക്ക് ദേവൻ്റെ കോൾ വന്നത്. നീ നല്ലതുപോലെ തീരുമാനിച്ചെടുത്ത ഡിസിഷൻ അല്ലേ ഇത്? യാമി, എനിക്കൊരു മറുപടിയാണ് വേണ്ടത്. അല്ലാതെ സമ്മതമായിട്ട് തന്നെയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ദേവേട്ടനോട് ചിലത് സംസാരിക്കാനുണ്ട്. പറഞ്ഞു. അത് മുൻപ് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആൽവിനെ കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായി അവൾ ദേവനോട് പറഞ്ഞു. ശബ്ദം പരമാവധി ഇടറാതെ, കണ്ണ് നിറയാതെ ഒരുവിധം എല്ലാം അവൾ പറഞ്ഞൊപ്പിച്ചു. നീ ഓക്കെ അല്ലേ? അതെ. പഠിക്കുന്ന സമയത്ത് പ്രണയമുണ്ടാവുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. പിന്നെ ഇതൊക്കെ നിന്റെ പാസ്റ്റ് അല്ലേ? കഴിഞ്ഞു പോയത് കഴിഞ്ഞു, അങ്ങനെ കരുതിയാൽ മതി. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. മറുപുറത്ത് കോൾ കട്ടായി. അവൾക്കൊരു മനസ്സമാധാനം തോന്നി. അവനോടെല്ലാം പറഞ്ഞുല്ലോ എന്നോർത്തു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ദക്ഷയും ഫാബിയും യാമിയും ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരികയാണ്. എടി യാമി, നാളെ റിസൾട്ട് വരും. നിനക്ക് ടെൻഷനുണ്ടോ? എനിക്ക് ടെൻഷൻ അതോർത്തല്ല, അത് കഴിഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ ഓർത്താ. അവളൊരു ചെറിയ ചിരിയോടെ പറയുമ്പോൾ ദക്ഷയും ഫബിയും ചേർന്ന് അവളെ കളിയാക്കി. റിസൾട്ട് വന്നപ്പോൾ യാമിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു.
ക്യാമ്പസ് സെലക്ഷൻ വഴി കിട്ടിയ ജോലിയിൽ അവൾ ജോയിൻ ചെയ്തു. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹം ഉറപ്പിക്കലും ബന്ധുക്കളെ ക്ഷണിക്കലും വിവാഹവസ്ത്രം എടുക്കലും ആഭരണങ്ങൾ എടുക്കലും എല്ലാം. വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചുകൊണ്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തത്. അതിനായി എറണാകുളത്തെ ഏറ്റവും വലിയ റിസോർട്ട് അവർ ബുക്ക് ചെയ്തു. എല്ലാവരും ആഘോഷച്ചൂടിൽ. പിറ്റേന്ന് രാവിലെ 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവൻ യാമിയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ അവൻ്റെ സ്വന്തമാക്കി. അന്നേ ദിവസം ഹോട്ടലിൽ റെസ്റ്റ് എടുത്ത് പിറ്റേന്നാണ് എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചത്. അവളെ ആരതി ഒഴിഞ്ഞ് വിളക്ക് കൊടുത്ത് ദേവിക വീടിനുള്ളിലേക്ക് കയറ്റി. ഓരോ തവണ ദേവനെ കാണുമ്പോഴും എന്തിനെന്നറിയാതൊരു വെപ്രാളം അവളിൽ ഉരുണ്ടുകൂടി. കുറച്ചൊക്കെ ദേവനും മനസ്സിലാകുന്നുണ്ട്. അവൾ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടട്ടെ എന്ന് കരുതി അവനും അവൾക്ക് ആവശ്യമായ സമയം കൊടുത്തു. പക്ഷേ ദേവികയും ബാലേന്ദ്രനും അതുപോലെ ഇന്ദുവും നന്ദനും കരുതിയത് അവർ രണ്ടാളും വീട്ടുകാരോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ വിവാഹം കഴിച്ചതാണെന്നാണ്. കാരണം ഒരിക്കൽ ഇന്ദു ദേവനും യാമിയും തമ്മിലുള്ള സംസാരം കേൾക്കാനും ഇടയായി. അച്ഛനും അമ്മയ്ക്കും അവൾ കൺവെട്ടത്തുണ്ടാകുന്നത് സന്തോഷമെന്ന് അവൾ കേൾക്കാനിടയായി. അന്ന് അവൾക്ക് തോന്നി ഈ ജീവിതത്തിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം താൻ അടുത്തുള്ളതാണെന്ന്. അതിനുവേണ്ടി മാത്രമാണ് അവൾ ദേവനെ വിവാഹം കഴിച്ചത്. പക്ഷേ സാധാരണ അച്ഛനമ്മമാരെ പോലെ അവളുടെ ആ വാക്കുകളിൽ അവർ പതറിയില്ല. പകരം അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ദേവൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. വിഷയം വേറൊന്നുമല്ല, അവരെല്ലാവരും കൂടി ഒരു 3 days ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. മൂന്നാറാണ് സ്ഥലം. പക്ഷേ പ്രശ്നം എന്തെന്നാൽ കോളേജിൽ സെമസ്റ്റർ എക്സാം നടക്കുന്നതിന് ദേവന് ലീവ് കിട്ടില്ല. പക്ഷെ അവൻ എല്ലാ ദിവസവും ഉച്ചവരെ മാത്രമേ ഡ്യൂട്ടിയുള്ളൂ. ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും മടങ്ങി വരുന്നതിൻ്റെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ദേവിയുടെ തറവാട്ടിലെ കാവിലെ പൂജയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മടങ്ങി വരുന്നത് ചന്ദ്രകാന്തത്തിലേക്കായിരിക്കും. ദേവന് ജോലിക്ക് പോകേണ്ടതുകൊണ്ടും പിന്നെ പൂജയ്ക്കും ടൂറിനും ചേർത്ത് അത്രയും ദിവസം യാമിക്ക് ലീവ് എടുക്കാത്തതുകൊണ്ടും അവർ രണ്ടും ടൂറിൻ്റെ പോക്ക് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പൂജയുടെ തലേദിവസം മാത്രം ദേവനും യാമിയും ചന്ദ്രകാന്തത്തിൽ ചെന്നിട്ട് അവരൊഴികെയുള്ളവർ പോയിട്ട് പൂജ കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവരും ഒരുമിച്ച് വരാനും തീരുമാനിച്ചു. ആ സമയം അവർക്ക് പരസ്പരം അടുക്കാൻ കൂടി അത് നല്ലൊരു തീരുമാനമാണെന്ന് ഇരുവരുടെ അച്ഛനമ്മമാർക്കും തോന്നി. അങ്ങനെ അവരെല്ലാവരും കൂടി ടൂർ പോകുന്ന ദിവസം വന്നെത്തി. വൈകുന്നേരം അവർ യാത്ര തിരിച്ചു. ആ വലിയ വീട്ടിൽ ദേവനും യാമിയും മാത്രം അവശേഷിച്ചു. വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ അന്നേ ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ ദേവൻ എണീക്കുമ്പോൾ യാമി അരികത്തുണ്ടായിരുന്നില്ല. അടുക്കളയിൽ അനക്കം കേട്ടുകൊണ്ടാണ് അവൻ താഴേക്ക് ചെന്നത്. ദേവേട്ടന് ചായ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് അവൾ അവന് നേരെ നീട്ടി. ഒരിറക്ക് കുടിച്ചതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. യാമി കുടിച്ചിരുന്നോ ചായ? ഇല്ല, ദേവേട്ടനോടി വന്നിട്ട് കുടിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് പറയുന്നതിനൊപ്പം ഒരു ഗ്ലാസ്സിലേക്ക് ജഗിൽ നിന്ന് അല്പം ചായ അവൾ പകർന്നെടുത്തു. യാമിക്ക് പാചകമൊന്നും വശമില്ല. അത് ഒരു പരസ്യമായ രഹസ്യവുമാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തെ പാചകത്തിനായി ഒരാളെ ദേവിക ഏൽപ്പിച്ചിരുന്നു. പക്ഷെ അവരെത്തും മുൻപെയാണ് യാമിയുടെ ഈ പ്രഹസനം. ചായ കൊള്ളില്ലേ? അവൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടെത്തും ആകുലതോടെ അവൾ ചോദിച്ചു. കൊള്ളാം, പക്ഷേ 2 പേർക്ക് ചായ ഇടുമ്പോൾ ഇത്രയും ചായപ്പൊടി വേണ്ട. പിന്നെ മധുരം കുറച്ചുകൂടെ കുറിച്ചാൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അവൾ കയ്യിലിരുന്ന ഗ്ലാസ് ചുണ്ടോടെ അടുപ്പിച്ചു. വായിലേക്ക് എത്തിയ ചായ ഇറക്കണോ തുപ്പണോ എന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ നിവൃത്തിയില്ലാതെ അത് ഇറക്കി. സോറി, ദേവനെ നോക്കി വല്ലായ്മയോടെ അവൾ പറഞ്ഞു. അതിനെന്താ, ആദ്യം ആയതുകൊണ്ടല്ലേ, പതിയെ ശരിയാക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവിക ജോലിക്ക് ഏൽപ്പിച്ച സ്ത്രീ വന്ന് 3 നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ശേഷം പോകാനായി 2 പേരും തയ്യാറെടുത്തു. വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ ആ ദിവസവും കടന്നുപോയി. പക്ഷേ പിറ്റേന്നായപ്പോൾ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി വന്നില്ല. അവരുടെ മോൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് ശരിക്കും അവർ പെട്ടുപോയത്. രാവിലത്തെ ഉച്ചക്കത്തെയും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനമായി. രാത്രിയിലെ ഫുഡ് ജോലി കഴിഞ്ഞു വന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാനും തീരുമാനിച്ചു. ജോലി കഴിഞ്ഞ് ആദ്യം വന്നത് ദേവനാണ്. അതുകൊണ്ട് തന്നെ അവൻ രാത്രിയിലേക്കുള്ള ചപ്പാത്തിക്ക് മാവ് നനച്ചു വെച്ച ശേഷം യാമി വരാറായപ്പോൾ അവൾക്കായി ഒരു ചായയും ഇട്ട് ഉമ്മർത്ത് പോയിരുന്നു. അവൾ സ്കൂട്ടി മുറ്റത്തേക്ക് കയറ്റുമ്പോഴേ കണ്ടു തന്നെയും കാത്തിരിക്കുന്ന ദേവനെ. ആഹാ,
ഇതാണോ ഉത്തമ ഭർത്താവ്? ഒരു ചിരിയോടെ അതും ചോദിച്ചുകൊണ്ട് അവൾ അവനരികിലേക്കിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ജോലി? കുഴപ്പമില്ല, പക്ഷെ നല്ല തലവേദന. ദേ, ഈ ചൂട് ചായ അങ്ങ് കുടിച്ചാലോ? തലവേദനയൊക്കെ പമ്പ കിടക്കും. ചായ ഒരു ഇറക്ക് കുടിച്ച് ദേവനെ നോക്കി കൈകൊണ്ട് സൂപ്പറെന്ന് കാണിച്ചു. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. നാളെ എനിക്ക് ലീവ് കിട്ടി. താനും കൂടി എങ്ങനെയെങ്കിലും ഒരു ലീവ് ഒപ്പിക്ക്. നാളെ നമുക്ക് ഇവിടെ ഫുൾ കറങ്ങാൻ പോകാം. എന്നിട്ട് നൈറ്റ് ചന്ദ്രകാന്തത്തിലേക്കും. നമ്മൾ മറ്റന്നാളെ ചെല്ലുമെന്നല്ലേ പറഞ്ഞത്? മുത്തശ്ശിക്കൊരു സർപ്രൈസ് ആവട്ടെ. ഓക്കെ, ഡീൽ. തൽക്കാലം ഞാൻ സിക്ക് ലീവ് എടുക്കാം. ഓക്കെ. ഫ്രഷായി വന്ന് ഇരുവരും ഫുഡെല്ലാം കഴിച്ചുറങ്ങാൻ കിടന്നു. നാളത്തെ പുലരി അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സങ്കടങ്ങൾ അറിയാതെ ഉറക്കത്തിനിടയിലും യാമയുടെ അതരങ്ങളിൽ എന്തെന്നറിയാത്ത ഒരു പുഞ്ചിരി വിടർന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി കഴിച്ച് അവർ യാത്ര തിരിച്ചു. മാളിൽ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തി ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഒരു മൂവിക്ക് കയറി. എല്ലാം കഴിഞ്ഞപ്പോൾ സൺസെറ്റ് കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോയി പാക്ക് ചെയ്തിറങ്ങാമെന്ന് ദേവൻ പറഞ്ഞു. അവൾക്കും അത് താല്പര്യം. തീരത്തെ പുൽകി തിരികെ മടങ്ങുന്ന തിരകളെ നോക്കി അവൾ ആ മണൽപ്പരപ്പിൽ നിന്നു. മറന്നെന്ന് മനസ്സിനെ വിഷമിപ്പിച്ച ചില ഓർമ്മകൾ അവളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. ഐസ്ക്രീം വാങ്ങാൻ പോയ ദേവൻ പെട്ടെന്ന് തിരികെ എത്തിയെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്നോർത്ത് തിരികെ നടന്നവളെ പിടിച്ചു നിർത്തിയത് ഒരു പിൻവിളിയാണ്. മാസങ്ങൾക്കിപ്പുറവും അവൾക്ക് ആ ശബ്ദം വ്യക്തമാണ്. തിരിഞ്ഞു നോക്കാതെ തന്നെ അതിൻ്റെ ഉടമയെ മനസ്സിലായതും അവൾ ചുരിദാറിൻ്റെ ഷോളിൽ വിരലുകൾ അമർത്തി തറഞ്ഞു നിന്നു. ആൽവിൻ. പതിയെ തലചിരിച്ചവൾ അവനെ നോക്കി. പഴയ ചുറുചുറുക്കും കളിച്ചിരികളും ഒന്നുമില്ലാതെ നിരാശ ബാധിച്ചതുപോലുള്ള അവൻ്റെ മുഖം. അവളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഞാൻ 3 മാസമായി ദുബായിൽ നിന്ന് വന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവരെ വരാറുണ്ട്. അന്നത്തെ ആ സംഭവങ്ങൾക്ക് ശേഷം അവൻ പറഞ്ഞു തുടങ്ങിയതേ അവളവനെ തടഞ്ഞു. പ്ലീസ്, അതിനെക്കുറിച്ചൊന്നും ഇനി പറയരുത്. അവൾ പിന്നീട് എന്തേലും പറയും മുൻപ് അവൻ ചാടിക്കേറി. പ്ലീസ് യാമി, നീ എന്നെ കേൾക്കണം. ഇല്ലെങ്കിൽ നിന്നെ ചതിച്ചെന്ന വേദനയിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നനഞ്ഞൊട്ടിയ പീലുകൾക്കിടയിലൂടെ മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കാനുള്ള ത്രാണി അവൾക്കില്ലെന്ന് തോന്നി. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൻ പുറകെ കൊണ്ട് തുടച്ചു പറയാൻ വന്നത് തുടർന്നു. അന്ന് നമ്മുടെ കാര്യം എൻ്റെ വീട്ടിൽ അറിയിച്ചത് ബെന്നിയാണ്. പിന്നീടാണ് എനിക്കതിൻ്റെ കാരണം മനസ്സിലായത്. അന്നത് വീട്ടിലറിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സ്വത്തെല്ലാം വല്യപ്പച്ചൻ്റെ പേരിലായതുകൊണ്ട് ഞാൻ അന്യമതത്തിൽപ്പെട്ടൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എൻ്റെ പപ്പയ്ക്ക് ഒരുതരി സ്വത്ത് പോലും കൊടുക്കില്ലെന്നും ഉള്ളതെല്ലാം വീതിച്ച് 25% പള്ളിക്കും ബാക്കി വല്യപ്പാപ്പയ്ക്കും, അതായത് ബെന്നിയുടെ അച്ഛനും കൊടുക്കുമെന്നും വല്യപ്പച്ചൻ പറഞ്ഞു. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ കൈവിടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബെന്നി അങ്ങനൊരു കളി കളിച്ചതാണ്. പക്ഷേ എൻ്റെ പപ്പ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചു. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ആളെ വിട്ട്. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ലായിരുന്നു. അവിടെ നിന്നെ നേരെ ദുബൈക്ക് പറഞ്ഞു വിട്ടു. 3 മാസം മുൻപ് വല്യപ്പച്ചൻ മരിച്ചു. അപ്പോൾ തന്നെ ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. അന്ന് നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പപ്പേൻ്റെ ഫോണൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. കൂടെ പഠിച്ച പലരും വഴി നിൻ്റെ നമ്പർ തപ്പിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഞാനെന്ന് നിന്നെ ഉപേക്ഷിച്ചു പോയ കാരണം പറഞ്ഞ് ആരും നമ്പർ എനിക്ക് തന്നില്ല. നിനക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ആ വഴിക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് സ്ഥിരമാക്കി. വൈകുന്നേരങ്ങളിൽ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നെ തിരയും. നിരാശനായി മടങ്ങും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരു ദിവസം കർത്താവ് നിന്നെ എൻ്റെ കൺമുമ്പിൽ കൊണ്ടെത്തിക്കുമെന്ന്. യാമി, കഴിഞ്ഞു പോയതെല്ലാം മറന്ന് നമുക്ക്. അവനത് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് യാമി എന്ന് ഒരു പിന്നിൽ വിളി കേട്ടു. കൈയിലും ഐസ്ക്രീമുമായി നിൽക്കുന്നവരെ കാണുകെ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ആൽവിനിനി എന്തേലും കൂടുതലായി പറഞ്ഞാൽ അത് താൻ വീണ്ടും കൂടുതൽ തളർന്നു പോകുകയുള്ളെന്ന് അവൾക്ക് മനസ്സിലായി. ആൽവിൻ അത് ആരാണെന്ന് മനസ്സിലാവാതെ ഇരുവരെയും മാറി മാറി നോക്കി. ആൽവിൻ, ഇതെൻ്റെ ഹസ്ബൻഡ്. അവളുടെ സ്വരം വിറച്ചുപോയി. അരുതാത്തതെന്തോ കേൾക്കാനോ കാണാനോ പാടില്ലാത്തതുപോലെ തറഞ്ഞു നിന്നത്
ദേവനും ആൽവിനുമായിരുന്നു. പോകാം, അവൾ ദേവന് നേരെ നോക്കി ചോദിച്ചു. അവനൊന്ന് തലകുലുക്കി. അവൾ ആൽവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു പാഴ്ശ്രമമായിപ്പോയി. കണ്ണുകൾ അവളെ വീണ്ടും തോൽപ്പിച്ചു. ദേവനൊപ്പം തിരികെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തിരികെ വീട്ടിലേക്കുള്ള വഴിയിൽ അവളെ ആൽവിൻ കണ്ടതും അവൻ പറഞ്ഞതുമെല്ലാം ദേവനോട് യാമി പറഞ്ഞു. ദേവനും ആകുമല്ലാതായി. അവളോട് എന്തു പറയണമെന്നറിയാം. യാമിക്കാണേൽ കരയാനും കരയാതിരിക്കാനും കഴിയാത്ത അവസ്ഥ. ഒരിക്കൽ പ്രണയിച്ച് വേർപെട്ടു പോയവർ പിന്നീട് ഒരിക്കലും കാണാതിരുന്നെങ്കിൽ എന്നവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി. കണ്ണ് നിറയുന്നുണ്ടെങ്കിലും മുഖത്ത് പുഞ്ചിരി വരുത്താൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ വന്നതേ അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി. ദേവനത് കാണുന്നുണ്ടായിരുന്നു. ബാത്റൂം ഭിത്തിയിൽ ചാരി കൈകൊണ്ട് വാപൊത്തി. ശബ്ദം പുറത്തു വരാത്തവൾ കരയുമ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുന്നുണ്ട്. ഏറെ നേരത്തെ സങ്കടത്തിനും കണ്ണീരിനും ഒടുവിൽ അവളൊരു തീരുമാനമെടുത്തു. ആൽവിനൊരു കഴിഞ്ഞുപോയ അധ്യായമാണ്. ഇനി അതിനെ സംബന്ധിച്ചുള്ളതെല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ട. ദേവനാണ് യാഥാർത്ഥ്യം. ദേവൻ അവളുടെ ഇന്നും, ആൽവിൻ ഇന്നലെയും. ഏറെ നേരത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവളെ അവനൊന്ന് നോക്കി. കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം വ്യക്തമായി പറയുന്നുണ്ട്. ചുവന്നു പോയ മൂക്കിൻ തുമ്പ്. ദേവേട്ട, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യട്ടെ എന്നു പറഞ്ഞ് ധൃതിയിൽ അലമാരയിൽ നിന്ന് ഡ്രസ്സുകളും അനുബന്ധ സാധനങ്ങളും എടുത്ത് ട്രാവൽ ബാഗിലേക്ക് വെച്ചു. താൻ ഓക്കെ അല്ലേ? അവൻ്റെ ചോദ്യത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ ആദ്യമായി അവളുടെ അധരങ്ങൾ പതിഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷമുള്ള വിവാഹ ജീവിതത്തിൽ ആദ്യമായിരുന്നു ഇങ്ങനൊരു നിമിഷം. പരസ്പരം അറിയുന്ന സുഹൃത്തുക്കളെ പോലെ ഒരു റൂമിൽ, ഒരു ബെഡിൽ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ച 2 വ്യക്തികൾ മാത്രമായിരുന്നു ഇന്നോളം അവർ രണ്ടും. സോറി. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി അവളത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ വീണ്ടും അമർന്നു. അവൻ്റെ അധരങ്ങൾ അവളുടെ നെറുകിലും അമർന്നു. അല്പനേരത്തിന് ശേഷം അല്പം ജാളിതയോടെ അവൾ അകന്നു മാറി. മുഖം പക്ഷേ ചുവന്നു. അത് പക്ഷേ പ്രണയ ചുവപ്പായിരുന്നു എന്ന് മാത്രം. അധികം താമസിയാതെ അവർ ചന്ദ്രകാന്തത്തിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി ഇരുവരും മാറി മാറി വണ്ടി ഓടിച്ചു. അങ്ങെത്തിയപ്പോൾ പുലർച്ചെയായി. അവരെ കണ്ടതും സുഭദ്രാമ്മ ശരിക്കും ഞെട്ടി. അവരൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നതും ടൂറ് പോയവരും എത്തി. പിന്നെ തറവാട്ടിൽ ഉത്സവ പ്രതീതി. അന്ന് വൈകിട്ട് തന്നെ കാവിലെ പൂജ നടന്നു. ഭംഗിയിൽ സെറ്റ് സാരി ഞുറിഞ്ഞെടുത്ത് വരുന്നവളെ കണ്ണെടുക്കാതെ ദേവൻ നോക്കി. മട്ടുപ്പാവിൻ്റെ അങ്ങേ തലയ്ക്കൽ അവരുടെ റൂമിനോട് ചേർന്ന് നിന്ന സ്ഥലത്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ പൂത്തുകിടന്ന മണിമുല്ല പൂക്കളിൽ നിന്ന് ഒരു പിടി അവനവളുടെ മുടിക്കിടയിലേക്ക് തിരികെ വെച്ചു. പൂജയ്ക്കിടയിലും ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെയുള്ള അവൻ്റെ അത്ര പന്തിയല്ലാത്ത നോട്ടത്തിൽ നിന്ന് അവൾ ഒരുവിധം രക്ഷപ്പെട്ടു. എന്നിട്ട് ദക്ഷയ്ക്കും പവിക്കും ഒപ്പം നടന്നു. ഒടുക്കം രാത്രിയിൽ അവർക്കൊപ്പം കിടക്കാൻ പോയവളെ കൈകളിൽ കോരി റൂമിലേക്ക് നടക്കുമ്പോൾ കണ്ടു. അച്ഛനമ്മമാർക്കും സുഭദ്രയ്ക്കും എല്ലാവർക്കും ചിരി പൊട്ടിയത്. നല്ല നിലാവുള്ള രാത്രിയിൽ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലചേർത്ത് ആലസ്യത്തിൽ കിടക്കുന്നവളെ കാണുകെ അവൻ്റെ കണ്ണിൽ വീണ്ടും ഒരു പ്രണയത്തിളക്കമുണ്ടായി. പാതി തുറന്നിട്ട ജലനോരം വഴി എത്തിയ പാതിരാക്കാറ്റിൽ അവർക്ക് കുളിർന്നു. അങ്ങകലിൽ നിന്ന് ഒഴുകി വന്ന നിലാവെളിച്ചത്തിൽ എല്ലാ അർത്ഥത്തിലും യാമിയെ തൻ്റെ സ്വന്തമാക്കുന്ന തിരക്കിലാണ് ദേവൻ. ഒടുക്കവൻ്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിലെ പണ്ടെങ്ങോ പറ്റിപ്പോയ തെറ്റിൻ്റെ ബാക്കിയെ അവശേഷിച്ച മുറിപ്പാടിൽ അമർന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി സന്തോഷ കണ്ണുനീർ അടർന്നു വീണു. അത് ദേവന് മാത്രമായിട്ടായിരുന്നു. അവസാനിച്ചു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ.